ഇന്നും വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ മീറ്റിങ്ങിൽ ദൈവം നിയോഗിച്ചിട്ടും അനുവദിച്ചിട്ടും കയറിയ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. വളരെ പ്രത്യേകതകളുള്ള ഈ ദിവസം വളരെ ആത്മസാന്നിധ്യത്തോടും ആത്മീയ ആവേശത്തോടും കൂടെ ഞാനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഇന്ന് വളരെ ആത്മീയ ആവേശത്തോടെ പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ആദ്യമായിട്ടും അല്ലാതെയുമൊക്കെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഞാൻ പ്രത്യേകമായി വന്ദനം ചൊല്ലുകയും നിങ്ങളെ ഹർദവുമായി ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലേക്ക്, നിറഞ്ഞ ദൈവിക അന്തരീക്ഷത്തിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ മുഖമോ എൻ്റെ ശബ്ദമോ, എനിക്ക് നിങ്ങളുടെ മുഖമോ നിങ്ങളുടെ ശബ്ദമോ അല്ല കേൾക്കാനുള്ളതും കേൾക്കേണ്ടതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാകുന്നു നമുക്കെല്ലാവർക്കും അനുഭവിക്കാനുള്ളത്. നാം എല്ലാവരും ആയിരിക്കുന്നതും ആ സാന്നിധ്യത്തിനകത്താകുന്നു. അതുകൊണ്ട് ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ഉദാസീനതയോടെ ഇരിക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തിലേക്ക് പ്രവേശിക്കാം. അതിനായി നമുക്ക് വിശുദ്ധ തിരുലിഖിതങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് തുറക്കാം. നാം ഓരോ താളുകൾ മറിക്കുമ്പോഴും അത് നമ്മുടെ ഹൃദയത്തിൻ്റെ താളുകളായി മറിയട്ടെ. നാം തുറക്കുന്നത് ഹൃദയമായിരിക്കട്ടെ. നാം കേൾക്കുന്നത് നമ്മുടെ കാതുകളിലൂടെ ആകാതിരിക്കട്ടെ. നാം ചിന്തിക്കുന്നത് നമ്മുടെ തല കൊണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ ആത്മാവിനു വേണ്ടി ദൈവം നൽകി വച്ചിരിക്കുന്ന ദിവ്യവചസ്സുകളെ അതേ നൈർമല്യത്തോടുകൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങുവാൻ തളിക്കപ്പെട്ട ഹൃദയമുള്ളവരായി നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ. പുത്രൻ്റെ പുണ്യാഹ രക്തത്തെ തളിക്കുവാൻ തക്കവണ്ണം ഹൃദയത്തെ സമർപ്പിച്ച് ആ പാതാരബന്ധങ്ങളിൽ നമുക്ക് അണഞ്ഞിരിക്കുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ദിവ്യശക്തി കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അണിയിച്ചൊരുക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗതനായി എഴുന്നള്ളിയിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 37 മുതൽ 40 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 37 മുതൽ താഴേക്ക് വായിക്കാം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു. 41 വായിക്കാം. വേറെ ചിലർ ഇവൻ ക്രിസ്തു തന്നെ എന്നും മറ്റു ചിലർ ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത് എന്നിങ്ങനെ പല രീതിയിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞു. അതിലൊരു വാക്ക് ഞാൻ എടുക്കുന്നു. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നദി ഒഴുകും എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, നദികൾ ഒഴുകും എന്നാണ് പറഞ്ഞേക്കുന്നത്. നദി ഒഴുകുമെന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്, നദികൾ ഒഴുകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നദികൾ ഒഴുകുന്നത് ആര് പറഞ്ഞിട്ടാണ് വചനം പറയുന്നത്? യേശു പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു നദികൾ ഒഴുകും എന്ന്. അതുകൊണ്ട് നദികൾ ഒഴുകുമെന്ന് യേശു പറഞ്ഞു. യേശുവിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വചനം ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുന്നൊരു വാക്കായിരുന്നു. യേശുവിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ ശബ്ദം ഒന്നും കൂടെ ജനത്തിൻ്റെ ഹൃദയത്തിൽ പതിക്കുന്ന വാക്കായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ വാക്ക് ജനത്തെ ഒന്നും കൂടെ ആത്മാവിനെ കുറിച്ച് ഉണർത്തുന്ന വാക്കായിരുന്നു. യേശുക്രിസ്തു ഉള്ളിൽ നിശ്ചയിച്ചിരുന്നൊരു കാര്യമുണ്ട്. ജനം മറക്കാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ ജനം മറന്നുപോയത് ഒന്നും കൂടെ ഉണർത്തുക. യേശുവിൻ്റെ ആഗമന ഉദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു ജനം മറന്നുപോയതിനെ ഉണർത്തുക.
ജനം മറന്നുപോയതിനെ ഉണർത്തുക. തിരുവെഴുത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ല ജനം മറന്നുപോയത്, ജനത്തിന് അതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ജനം മറന്നുപോയത്. യേശുവിന്റെ നാമത്തിൽ തിരുവെഴുത്തുകളിൽ ഇല്ലാത്തത് കൊണ്ടല്ല ജനം മറന്നുപോയത്, തിരുവെഴുത്തിൽ ഇല്ലാത്തതുകൊണ്ടല്ല ജനം മറന്നുപോയത്, പിന്നെയോ ജനത്തിന് അതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത് മറന്നുപോയത്. അർത്ഥം എന്താ? തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഒഴുക്കുകൾ പലതും ഇന്നും മനുഷ്യനിൽ ഒഴുകുന്നില്ല. ആമേൻ. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഒഴുക്കുകളിൽ പലതും ഇന്നും മനുഷ്യനിൽ ഒഴുകുന്നില്ല. എന്നാൽ എനിക്കൊരു ഒഴുക്കിന്റെ കുറവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ദൈവസന്നിധിയിൽ യേശുവിന്റെ നാമത്തിൽ മുഴങ്കാൽ മടക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം ഒഴുക്കുകളെ അയക്കുന്നും ഉണ്ട്. ഈ അന്ത്യകാലഘട്ടമാകയാൽ ഒഴുക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ജനത്തെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് ദൈവം എനിക്ക് വേർതിരിച്ചിരിക്കുന്ന സമയം ഞാൻ ഒരുങ്ങുകയാണ്. കർത്തൃപാദപീഠത്തിൽ ഞാൻ അതിനായി ശരണപ്പെടുകയാണ്. ഒഴുക്കിനെ മറന്ന ഒരു തലമുറ ഇതിനകത്തുണ്ടെങ്കിൽ ഒഴുക്കിനെ കുറിച്ചും ഒഴുക്കിന്റെ ആവശ്യകതയെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ ഒഴുക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒഴുക്കിന്റെ വേഗതയെ മറന്നുപോയ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, തിരുവെഴുത്തിനകത്ത് ഒരു ഒഴുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒഴുക്കിനെ ഇന്ന് നിന്റെ മേൽ ദൈവം തുറന്നു വിടാൻ പോകുകയാണ്. നിന്റെ മേൽ ദൈവം തുറന്നു വിടാൻ പോകുകയാണ്. ശുശ്രൂഷകന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഒഴുക്കിനെ ബന്ധിച്ചിട്ട് നിന്നെ ഒരു ശുശ്രൂഷ മുഖത്ത് പിശാച് അവൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം അതിനെ വെട്ടാൻ തക്കവണ്ണമുള്ള ഒരു ദൈവശക്തി ഇന്ന് നിന്നെ ഏൽപ്പിക്കാൻ പോകുകയാണ്. അതെ, പലരുടെയും കൃപകളെ അടച്ചു വെച്ചുകൊണ്ട് ഇന്ന് ശുശ്രൂഷ മുഖത്ത് പിശാച് നിർത്തിയിട്ടുണ്ട്. ആർക്കും കേടില്ല, ദൈവത്തിനും കേടില്ല, പിശാചിനും കേടില്ലാത്ത രീതിയിൽ ഒഴുക്കിനെ ബന്ധിച്ചിട്ട് ചിലരെ ഓരോരോ സ്ഥാനങ്ങളിൽ സാത്താനാക്കിയിരിക്കുന്നു. എന്നാൽ അവരുടെ അകത്തേക്കൊന്ന് കയറി ചോദിച്ചു കഴിഞ്ഞാൽ അവർ എടുത്തു പറയുന്നൊരു വാക്കാണ്, ഞങ്ങൾ തൃപ്തരല്ല. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം വ്യക്തമായി അതിനെക്കുറിച്ച് പറയുന്നു. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ എന്താണ് അതിന്റെ ചരിത്രം? കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കുന്നതിന്റെ ആദ്യ 7 ദിവസങ്ങളിൽ ഓരോ ദിവസവും ശീലോഹാം കുളത്തിൽ നിന്ന് കുറെ വെള്ളം ചുമന്നുകൊണ്ടുവന്ന് ഹോമയാഗപീഠത്തിന്റെ സമീപം വെള്ളി കൊണ്ട് നിർമ്മിച്ച ഒരു പാത്രത്തിൽ അത് പകർന്നു വെക്കുന്നത് യഹൂദന്മാർക്കൊരു പതിവായിരുന്നു. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതിനെപ്പറ്റിയുള്ള പരാമർശങ്ങളൊന്നും നമുക്ക് കാണത്തില്ല. എന്നാലും അവർ അങ്ങനെ ചെയ്തു പോന്നു എന്ന് നമുക്ക് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. 8-ാം ദിവസം അവരങ്ങനെ ചെയ്യുമായിരുന്നില്ല. മഹത്തായ 8-ാമത്തെ ദിവസമാണ് യേശു കർത്താവ് ജീവജലത്തെ പറ്റിയുള്ള ഒരു വിളംബരം എഴുന്നേറ്റ് നിന്ന് യഹൂദന്മാർ കേൾക്കത്തക്ക നിലയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നടത്തിയത് ജീവജലത്തെ പറ്റിയുള്ള ഒരു വിളംബരം. ഹല്ലേലൂയ. യഹൂദന്മാർ ഈ പെരുന്നാളിനോടൊപ്പം ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നിരുന്നു എങ്കിലും അവരാരും സംതൃപ്തരായിരുന്നില്ല. അവരത് ചെയ്തു, എന്നാലും അവരാരും അവരുടെ ആ പ്രവൃത്തിയിലോ അവരുടെ ആ കർമ്മത്തിലോ അവരുടെ ആ ജീവിതത്തിലോ അവർ സംതൃപ്തരേ ആയിരുന്നില്ല. ഇവരിലേക്ക് നോക്കിയ യേശുക്രിസ്തു ഒരു കാര്യം അറിഞ്ഞു, ഇവർക്കൊരു ഭയങ്കര ദാഹമുണ്ട്. പക്ഷെ ഇവരുടെ പ്രവൃത്തികളിൽ ഇവരാരും തൃപ്തരല്ല. ഇവരുടെ ദാഹം മാറാനായി ഇവർ ആത്മാർത്ഥതയോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുവെക്കുന്നത്, പക്ഷേ ഇവർ തൃപ്തരല്ല. ഇവരുടെ പ്രവൃത്തിയിൽ ഇവർ തൃപ്തരല്ല, ഇവരുടെ ജീവിതത്തിൽ ഇവർ തൃപ്തരല്ല, ഇവരുടെ സ്പിരിച്വൽ ലൈഫിൽ ഇവർ തൃപ്തരല്ല. ഇവർ മരുഭൂമിയിലെ വേഴാമ്പലിനെ പോലെയാണ്, മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പലിനെ പോലെയാണ്. ഇവർക്ക് തൃപ്തി കിട്ടുന്നില്ല. തൃപ്തിയില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഉടമസ്ഥന്മാരായി ഒരു കൂട്ടത്തെ കണ്ട എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവർക്കൊരു ആഹ്വാനം കൊടുക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ അടുക്കലേക്ക് വരാം. ആർക്കാ വരാൻ പറ്റുന്നേ? എല്ലാവർക്കും വരാൻ പറ്റത്തില്ല. ദാഹിക്കുന്നവർക്ക് എൻ്റെ അടുക്കൽ വരാം. ഇന്നും ഈ സന്ദേശം കണ്ടുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ കോണുകളിൽ, വ്യത്യസ്ത ടൈം സോണുകളിലായി ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ഒരു വിളി പരിശുദ്ധാത്മാവ് നടത്തുകയാണ്.
നിങ്ങൾക്ക് യേശുവിൻ്റെ അരികിൽ വരുവാൻ, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ അരികിൽ വരുവാൻ പരിശുദ്ധാത്മാവ് ഒരു അവസരം ഇന്ന് നിങ്ങൾക്ക് തരുമ്പോൾ, അടിയനിതാ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടി അടക്കാൻ ശ്രമിക്കുന്ന നിന്റെ ജീവിതത്തിൽ പിശാച് ജപിച്ച് കെട്ടിയിട്ടുള്ള സകല വിലക്കിന്റെ കയറുകൾ നിന്നെ പിന്നിലോട്ട് വലിക്കുന്ന ശബ്ദവും ശക്തിയും നാടകളും ആ വിളി ശബ്ദത്തിൽ പൊട്ടി നിനക്ക് യേശുവിന്റെ അരികിലേക്ക് എത്തുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളിക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു മെസ്സേജ് പറഞ്ഞപ്പോഴും ദൈവാത്മാവിന്റെ അതരത്തിൽ തന്നൊരു വാക്കാണ്, ദൈവത്തിന്റെ വിളിക്ക് ഒരു അസാധാരണ മാഗ്നറ്റിക് പവർ ഉണ്ട്. ദൈവത്തിന്റെ വിളിക്കൊരു ഭയങ്കര മാഗ്നറ്റിക് പവർ ആണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വസിച്ച് ദാഹത്തോടിരുന്ന ഒരു അഭിഷിക്തനെ നിരയുടെ ഏറ്റവും പിൻപന്തിയിൽ നിന്നും റബ്ബർ പന്ത് വലിച്ചെറിയുന്നത് പോലെ മുൻപന്തിയിലേക്ക്, ആ പുൾപിറ്റിലേക്ക് എടുത്തെറിഞ്ഞൊരു ദൈവശക്തി ഒരു വിളിയുടെ മാഗ്നറ്റിക് പവറിന് ഉദാഹരണമാണ്. എന്താണ് ആ ദൈവശക്തി തന്റെ മേൽ വന്ന് നിപതിക്കാനുള്ള കാരണം? അന്തരംഗങ്ങളിലെ ആർത്തിയോടും അത്യാഗ്രഹത്തോടും കൂടിയുള്ള ദാഹം. എവിടെ ഏതൊരു മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നോ, കൃപകൾക്ക് വേണ്ടി ദാഹിക്കുന്നോ, വരങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നോ, ഒരാത്മ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുന്നോ, അവിടെ പരിശുദ്ധാത്മാവ് അവനെ സന്ദർശിക്കാൻ എത്തിയിരിക്കും. ആർക്കും വന്നെത്താൻ കഴിയാത്ത ഭവനങ്ങൾക്കകത്തേക്ക്, ആർക്കും ചുവടെടുത്ത് വെച്ചുകൂടാത്ത, പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് ചുവടെടുത്ത് വെച്ചുകൂടാത്ത ഭവനങ്ങൾക്കകത്തേക്ക്, സഹോദരാ വിളിച്ചുകൊണ്ട് കയറി വരാൻ പെർമിഷൻ ഇല്ലാത്ത ഭവനങ്ങൾക്കകത്തേക്ക്, ദൈവത്തിന്റെ കുഞ്ഞാടുകൾക്ക് കയറുവാൻ പറ്റാത്ത ഭവനങ്ങൾക്കകത്തേക്ക് വിളിക്കുന്ന നിങ്ങളുടെ വിളിക്കകത്ത് ഒരു ദാഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എത്തിയിരിക്കും. എന്റെ കർത്താവിന്റെ പാദം നിന്റെ കൂടാരത്തിനകത്ത് പതിഞ്ഞാൽ ഇന്ന് അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അവിടുന്ന് ആരംഭിക്കും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടുത്തെ സാഹചര്യം നാം പരിശോധിക്കുമ്പോൾ ദാഹിക്കുന്നവൻ എന്ന് വെച്ചാൽ ആത്മീയമായി ആവശ്യം അനുഭവപ്പെടുന്നവൻ എന്ന അർത്ഥമാണ്. ആത്മീയമായി ഒരു ആവശ്യം അനുഭവപ്പെടുന്നവൻ എൻ്റെ അടുക്കൽ വരാൻ. അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ, ആത്മീയമായ ആവശ്യം ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവൻ ആത്മീയതയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നവനായിരിക്കണം. ആത്മീയതയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നവൻ എന്ന അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ വിളി കേൾക്കുന്ന ഒരു വ്യക്തി താൻ പാപിയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടല്ലാതെ അവൻ ഇങ്ങനെ ഒരു ദാഹമുണ്ടെന്ന് അവൻ തിരിച്ചറിയത്തില്ല. അവൻ പാപിയാണ് എന്ന ഒരു ബോധ്യപ്പെട്ടിട്ടല്ലാതെ അവന് രക്ഷ പ്രാപിക്കണമെന്നൊരാവശ്യബോധം അവനിൽ വരത്തില്ല. രക്ഷയുടെ ശക്തിയാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്ന ആ രക്ഷയുടെ ശക്തിയാണ് അവനെ ക്രിസ്തുവിൽ ശക്തനാക്കി മാറ്റുന്നത്. ഇന്ന് ആത്മീയമായി സാത്താൻ ബലഹീനപ്പെടുത്തി വെച്ചിട്ട് നാവിൽ ഭാഷാവരവും ഹൃദയത്തിൽ 2-3 വചനങ്ങളും നമുക്കൊരു കുറ്റബോധമില്ലാതിരിക്കാൻ വേണ്ടി വല്ലപ്പോഴും പ്രാർത്ഥിക്കാനുള്ളൊരവസരവും തന്ന് ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്പിരിച്വൽ ബീയിങ്സിനെ പരിശുദ്ധാത്മാവ് ഇന്ന് സ്പർശിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളെ തൊടാൻ പോകുകയാണ്. അതെ, പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊരു ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ പറയും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ശക്തിയോടുകൂടെ മുൻപോട്ട് വരാൻ കഴിയാത്ത ഒരു അനുഭവത്തിൽ നിങ്ങളെ സാത്താൻ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിമിറ്റേഷൻസ് ദൈവം ബ്രേക്ക് ചെയ്യും. എനിക്ക് ആ ലിമിറ്റേഷൻ വേണ്ട എന്ന് തീരുമാനിക്കുന്നവന്റെ ലൈഫിനെ പരിശുദ്ധാത്മാവ് ഇന്ന് സന്ദർശിക്കാൻ പോവുകയാണ്. എന്താണ് ഒരു വ്യക്തിയുടെ ലൈഫ് ലിമിറ്റഡ് ആയാലുള്ള കാരണം? ഇവിടെ യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. അപ്പൊ അടുക്കൽ വന്നാൽ മാത്രം തൃപ്തിപ്പെടുന്ന ഒരനുഭവം ഒരു മനുഷ്യനുണ്ട്. യെസ്, ഒബ്വിയസ്ലി.
അടുത്തു വന്നാൽ മാത്രം തൃപ്തി അനുഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട് എന്ന് യേശു മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ശിലോഹാം വരെ ചെന്ന് വെള്ളം കോരി 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 കൊണ്ടുവന്ന് ഒഴിച്ച് വെച്ചിട്ടും തൃപ്തിയില്ലാത്ത ഒരു കൂട്ടത്തെ കുറിച്ച് യേശു ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ 5 ഭർത്താക്കന്മാരുള്ള ശമരിയക്കാരി സ്ത്രീക്ക് 6ാമതൊരു വ്യക്തി ഉണ്ടായിട്ടും അവളുടെ ദാഹം മാറുന്നില്ല. അവളുടെ ആവശ്യം അവൾ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് യേശു അവളുടെയും ദാഹത്തെ തിരിച്ചറിഞ്ഞത് ആ കിണറ്റിന്റെ കരയിൽ യേശു വെയിറ്റ് ചെയ്തു. അവളെ കാണാൻ ഒരു പേഴ്സണൽ എൻകൗണ്ടർ. യേശുവുമായി സംസാരിച്ചതിന് ശേഷം ബൈബിൾ പറയുന്നൊരു വാക്യമുണ്ട്, അവൾ കുടം കിണറ്റിന്റെ അരികെ വെച്ചിട്ട് അവൾ തിരിച്ചു വീട്ടിൽ പോയി. അതെന്താ? യേശുവുമായി സംസാരിച്ചപ്പോൾ അവൾക്ക് തൃപ്തി പ്രാപിച്ചു, അവളുടെ ദാഹം അകന്നു. അതുകൊണ്ട് ഇനി കുടവും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. കിലോമീറ്ററുകൾ താണ്ടി ആയിരിക്കാം ആ സ്ത്രീ വെള്ളം കോരാൻ വേണ്ടി അവളുടെ ആവശ്യബോധം നടക്കാനാ, അവളുടെ ആവശ്യം നടക്കാൻ, അവളുടെ ദാഹം അകറ്റാനാ. പക്ഷെ കോരിയിട്ടും കുടിച്ചിട്ടും അവൾക്ക് ദാഹം തീരുകയില്ല. കാരണം അവൾക്കൊരു പേഴ്സണൽ എൻകൗണ്ടറിനുള്ള ഡേറ്റ് ദൈവത്തിന്റെ ആത്മാവ് കുറിച്ചിട്ടിരിക്കുന്നത് വരെ അവൾക്ക് ആ ദാഹം തീരത്തില്ല. ശേഷം യേശുവുമായി ചില മിനിറ്റുകൾ സംഭാഷിച്ചതിന് ശേഷം ബൈബിൾ അവിടെ ശ്രദ്ധേയമായ പദം എഴുതി വെച്ചു, അവൾ കുടം കിണറ്റിന്റെ അരികിൽ വെച്ചിട്ട് പോയി. പിന്നെ അവൾ കോരിക്കൊണ്ടു പോയി എന്ന് പറയുന്നില്ല, അവളുടെ ആത്മാവിൽ നിറച്ച കർത്താവ് പിന്നെ അവളെ വിട്ടേ. ഇന്ന് ഒഴിഞ്ഞ കുടങ്ങളുമായി ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ദൈവമക്കൾക്ക്, ഇന്ന് ഒഴിഞ്ഞ മനസ്സുമായി പ്രത്യാശയും പ്രതീക്ഷയും എന്നോ ചോർന്നുപോയ മനസ്സുമായി ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, പണ്ടത്തെ അഭിഷേകം പ്രാപിച്ച ദിവസത്തെ ശക്തിയും അന്നത്തെ ആരാധനയും മറന്നുപോയ ചിലരുടെ ശ്രദ്ധയ്ക്ക്, ആദ്യ നാളുകളിൽ ഒരു വിഷയം വന്നാൽ കയറി മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ച് വിടുതലെടുത്ത നാളുകൾ മറന്നുപോയ ചില പ്രത്യേകപ്പെട്ടവരുടെ ശ്രദ്ധയ്ക്ക്, പണ്ട് എന്തൊരു വിഷയം വന്നാലും ഞാൻ പ്രാർത്ഥിച്ചാൽ വിടുതല എന്നുള്ള ആ ഉറപ്പും ധൈര്യവും ഹൃദയത്തിൽ നിന്ന് പണ്ടേ മാഞ്ഞുപോയ ചില പ്രത്യേക വ്യക്തികളുടെ ശ്രദ്ധയ്ക്ക്, ഇന്ന് ദൈവം താങ്കളെ ഈ കൂട്ടായ്മയ്ക്കകത്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നത് കേവലം ഒരു സന്ദേശം കേട്ട് അതിൽ നിർവൃതി പ്രാപിച്ചിറങ്ങിപ്പോകാനല്ല, പിന്നെയോ നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദൈവശക്തിയെ നിന്റെ മേൽ വീണ്ടും പകർന്ന് നിന്നെ ഒരു ആത്മീയ ആയുധമാക്കി സ്വർഗത്തിന് കൈകളിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. ശ്രദ്ധേയമായ മറ്റൊരു വാക്യം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ കിടപ്പുണ്ട്. കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് ലീഗ എഴുതിയ 1-ാം ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. എന്താണ് സ്പിരിറ്റ്? സ്പിരിറ്റിൽ ഒരു വ്യക്തിയെ പിശാചി ലിമിറ്റ് ചെയ്താലുള്ള കുഴപ്പം, അവൻ ആത്മീയ വരങ്ങൾ ഇല്ലാത്തവനായി ഒരാത്മീയ ഡമ്മിയായി, സ്പിരിച്വൽ ഡമ്മിയായി അവൻ ക്രിസ്തീയ ജീവിതത്തിൽ തുടരും. ദൈവത്തിന് പിശാചിന് ആവശ്യം സ്പിരിച്വൽ ഡമ്മീസിനെയാണ്, സ്പിരിച്വൽ ഡമ്മീസിനെയാണ്. ഹല്ലേലൂയ. ദൈവദാസന്മാരുടെ പോലും ശ്രദ്ധയെ തെറ്റിച്ച് ചർച്ചിനകത്ത് എത്രത്തോളം ആത്മീയ അധികാരമുള്ളവർ ഉണ്ട് എന്ന കാഴ്ചപ്പാട് പോലും മറപ്പിച്ച് പിശാച് തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പണ്ടത്തെ സഭയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊതിയ. പണ്ടത്തെ സഭ ഞാനൊക്കെ ആദ്യമായിട്ട് ഈ ചർച്ചിലേക്കൊക്കെ കയറി പോകുന്ന ആ ഒരു ടൈമുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഏറെക്കുറേയും ആ ആത്മീയ മൂർച്ഛ സഭയ്ക്കകത്ത് നിന്ന് കുറഞ്ഞു തുടങ്ങി കഴിഞ്ഞു. ഞാനൊക്കെ വിശ്വാസത്തിൽ വരുന്ന ആ ഒരു സമയത്ത് എന്താ അത്, അന്ന് എനിക്ക് വളരെ വിരളമായ ചില സഭകളിൽ കാണാൻ കഴിഞ്ഞൊരു കാര്യമാണ്, സഭായോഗത്തിന്റെ മധ്യേ കർത്താവിന്റെ ആത്മാവ് അതിശക്തമായി അവസാനത്തെ പാട്ടൊക്കെ പാടി ഡ്രമ്മൊക്കെ കൊട്ടി അങ്ങ് ഒരു ഹയർ റേഞ്ചിലേക്ക് എത്തുന്ന സമയത്ത് സഡൻ ബ്രേക്ക് ഇട്ട പോലെ ആരാധന നിർത്താൻ പറ്റാത്തൊരു കാലഘട്ടം.
സമയത്ത് അവസാനത്തെ ടൈമിൽ ദൈവാത്മാവൊക്കെ അതിശക്തമായി ചെറിയ യൗവനക്കാരികളുടെ മേലും പ്രാർത്ഥിക്കുന്ന അമ്മാമ്മമാരുടെ മേലും അപ്പാപ്പന്മാരുടെ മേലൊക്കെ ഇറങ്ങി അവർ സഭയ്ക്കകത്ത് പ്രവചിച്ച് ദൂത് പറയുന്ന ഒരു കാലം. ആത്മീയ വരങ്ങൾ ദൈവദാസന്മാർ മാത്രമല്ല, സഭയ്ക്കകത്തുള്ള യൗവനക്കാരികളുടെ മേൽ പോലും ദൈവം ആക്ടിവേറ്റ് ചെയ്തിട്ടിരുന്ന ഒരു കാലം. കുറവ സഭയ്ക്കകത്ത് പ്രവചനാത്മാവില്ലാത്തവർ. ദൂത് പിടിക്കാൻ വേണ്ടി വേറെ എങ്ങും ഓടേണ്ടാത്തൊരു കാലഘട്ടം. സഭയ്ക്കകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അന്നത്തെ സഭായോഗം കഴിയുമ്പോഴത്തേക്ക് ദൂത് കയ്യിൽ എത്തുന്നൊരു കാലഘട്ടം. ഒരുവന്റെ കുറ്റം മറ്റൊരു വ്യക്തിയിലൂടെ പ്രവചിച്ച് വെളിപ്പെടുത്തി പാപബോധം കൊടുത്ത് ദൈവസന്നിധിയിൽ കറക്റ്റ് ചെയ്യുന്നൊരു കാലം. ഇങ്ങനൊരു പാപത്തോടുകൂടെയാണ് ഇരിക്കുന്നതെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തൊരു കാലം. നീ മാനസാന്തരപ്പെടാനുണ്ടെന്ന് ദൈവാത്മാവിൽ ബോധ്യപ്പെട്ട് രഹസ്യമായി സഹോദരനെ വിളിച്ച് കറക്റ്റ് ചെയ്ത് അവനെ ദൈവസന്നിധിയിൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു കാലം. സഭയ്ക്കകത്ത് അങ്ങനെ ദൈവാത്മാവ് സർവീസ് ചെയ്തിരുന്നു. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. ഇന്ന് സഭയ്ക്കകത്ത് അങ്ങനെ ഒരു ദാഹം ഉണ്ടോ? ഇന്ന് കൂടാരങ്ങൾക്കകത്ത് അങ്ങനെ ഒരു ദാഹമുണ്ടോ? കുടുംബ പ്രാർത്ഥനകൾക്കകത്തും ഇതുപോലെ ആത്മസാന്നിധ്യം വെളിപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. ഇന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൊരു പാട്ട് പാടുമ്പോൾ 10 വട്ടം കോട്ടുവായിട്ടേ ആ പാട്ട് തീരത്തുള്ളൂ. കോട്ടുവായിക്ക് എടുക്കുന്ന 2 മിനിറ്റ് കൂടെ ചേർന്ന് 7 മിനിറ്റ് ഒരു പാട്ട് തീരാൻ. ദൈവാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കാത്ത കുടുംബ പ്രാർത്ഥനകൾ, ദൈവാത്മാവ് സംസാരിക്കാത്ത, ദൈവശബ്ദം കേൾക്കാത്ത കുടുംബ പ്രാർത്ഥനകൾ. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്ന ഒരു വചനം തുറന്നു വായിച്ച്, മിക്കപ്പോഴും 91-ാം സങ്കീർത്തനം, അതിനകത്താണല്ലോ ദൂതന്മാരും സംരക്ഷണവും ഒക്കെ ഉള്ളത്, അത് വായിച്ച് ആമേൻ പറഞ്ഞ് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു എന്ന് വരുത്തി തീർക്കുന്ന കാലഘട്ടം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം പിണങ്ങാതിരിക്കാൻ വേണ്ടിയും രാത്രി ദുർസ്വപ്നം കാണാതിരിക്കാൻ വേണ്ടിയും മാത്രം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. എവിടെയാണ് മനുഷ്യന്റെ ദാഹം അറ്റുപോയത്? വീടുകൾക്കകത്തും ദൈവം തീ പോലെ ഇറങ്ങി നിന്ന കാലഘട്ടങ്ങളുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത്, വീടുകൾക്കകത്ത്, ഭവനങ്ങൾക്കകത്ത് പിശാചിന് കാലുകുത്താനല്ല, കണ്ണുകൊണ്ട് നോക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം. അമ്മാമ്മമാരുടെയൊക്കെ അങ്ങ് കവലെ നിന്നാ കേൾക്കാം, വീടിനകത്ത് അമ്മാമ്മമാരെ കൈയടിച്ചു പാടി ആത്മാവിൽ ആരാധിക്കുന്ന കാലം. അന്നൊന്നും ആ ദേശത്ത് പിശാചി തിരിഞ്ഞു നോക്കാൻ ധൈര്യം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഭയ്ക്കകത്ത് പിശാചിന് കയറാൻ പറ്റാത്തൊരു കാലഘട്ടം. കാരണം എന്താ? പാസ്റ്ററും വിശ്വാസികൾ, ഇതിലേതാ പാസ്റ്റർ ഇതിലേതാ വിശ്വാസിയും തിരിച്ചറിയാത്ത രീതിയിൽ സകലതും ഒരുമിച്ച് കൂട്ടിയിട്ട് തീ കത്തിക്കുന്ന ഒരു കാലഘട്ടം. പരിശുദ്ധാത്മാവ്. എന്നാൽ ഇന്ന് ആരാ ദൈവശക്തി ഉള്ളതെന്നും ആർക്ക് ദൈവശക്തി ഇല്ല എന്നും കണ്ണടച്ച് നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു കാലഘട്ടം. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നു. നിങ്ങൾ ഒരു ദാഹത്തോടെയാണോ ഈ സന്ദേശം കേൾക്കുന്നത്? എനിക്ക് എവിടെയൊക്കെയോ ഒന്ന് റീചാർജ് ആകാനുണ്ടെന്നും, എനിക്ക് എവിടെയൊക്കെയോ ഒന്ന് ഉണരാനുണ്ടെന്നും, എനിക്ക് എവിടെയൊക്കെയോ ഒന്ന് കയറി വരാനുണ്ടെന്നും തിരിച്ചറിയുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ സന്ദേശം നിങ്ങളെ കൊണ്ടെത്തിച്ചാൽ ഞാൻ കൃതാർത്ഥനായി. അല്ല, പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വേല ചെയ്തതിനൊരു ഒരു 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 നിവൃത്തിയായി, ഒരു വിലയുണ്ട്. ആമേൻ. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. പൗലോസ് ഭയത്തോടെയാ പറയുന്നത്. കാരണം ആത്മീക വരങ്ങളെ കുറിച്ച് അറിവില്ലാത്തവനെ പിശാച് ട്രാപ്പ് ചെയ്യും. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്താ അർത്ഥം? ആത്മീക വരങ്ങളെ കുറിച്ച് ഒരു വ്യക്തിക്ക് അറിവില്ലെങ്കിൽ അവനെ വിഗ്രഹങ്ങളുടെ പുറകെ പിശാച് ഓടുമാറാക്കും. ഇന്നും ആത്മീയ ആരാധനയിൽ പങ്കെടുത്തിട്ട് വിഗ്രഹങ്ങളുടെ പുറകെ പോകുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും മനുഷ്യന്റെ ലൈഫിൽ നീഡ്സ് ആൻഡ് വാണ്ട്സ് കൊണ്ടുവന്നിട്ട് അതിനെ എത്തിപ്പിടിക്കാൻ വേണ്ടി മനുഷ്യനെ ഓടിക്കുന്ന ഒരു തന്ത്രം പിശാച് ഇന്ന് ചെയ്തു വരുന്നുണ്ട്.
അതിന്റെ പുറകെ ഓടിക്കും. കൊരിന്ത് സഭയിൽ അവർ ആത്മീയമായി അറിവുള്ളവരായിരുന്നിട്ടും അവർക്ക് ദൈവശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇവര് രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് കൊരിന്ത്യർ വിഗ്രഹാരാധികളായിരുന്നു. ഇവർ അശുദ്ധാത്മാക്കളുടെ അടിമത്തത്തിലായിരുന്നു. ഇവർക്ക് ഭയങ്കര ഭയമാണ്. കൊരിന്തിലുള്ള ജനത്തിന് ഭയങ്കര ഭയം. അവർ ആത്മാക്കളെ ഭയപ്പെട്ടും ഈ പൈശാചിക ശക്തികളെ അവർ പലപ്പോഴും ആരാധിക്കുകയും ഈ പൈശാചിക ശക്തികളാൽ ഇവർ നയിക്കപ്പെട്ടും ജീവിച്ചു പോകുന്ന ഒരു കൂട്ടമാണ്. ആത്മലോകത്തിൽ നിന്നുള്ള അമാനുഷികമായ വെളിപ്പാടുകൾ അവർക്ക് ദൈവം കൊടുത്ത് അതിന് സാക്ഷ്യം വഹിക്കുകയും ആത്മാവേശിതമായ ജൽപ്പനങ്ങൾ കേൾക്കുകയും ചെയ്തു. ഈ ജനം അശുദ്ധാത്മാക്കളുടെ സ്വാധീനതയിൽ അവർ ചിലപ്പോൾ ആത്മീയ നിയന്ത്രണം അടിയറ വെച്ച് അവരുടെ സ്വന്തം ബോധശക്തിക്ക് അതീതമായി ചിലത് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ ഈ നയിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ആത്മാവിലാണോ, അവർ കേൾക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിലാണോ, അവർ സംസാരിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണോ, അതോ പൈശാചിക ശബ്ദമാണോ, ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പിശാച് കൊരിന്ത് ജനത്തെ വട്ടം ചുറ്റിച്ചിട്ടുണ്ട്. ഇന്നും പിശാച് ഈ തന്ത്രം ദൈവസഭയ്ക്കകത്ത് പയറ്റിപ്പോകുന്നുമുണ്ട്. നീ നയിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ആത്മാവിലാണെന്ന് ഉറപ്പ് വരുത്തുകയാണ് ഒരു ആത്മീയന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഞാൻ സംസാരിക്കുന്നത് ദൈവാത്മാവിലാണ്, ഞാൻ പ്രവചിക്കുന്നത് ദൈവാത്മാവിനാലാണ്, എന്നെ നയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്, എന്റെ ഇമോഷൻസ് എല്ലാം ദൈവാത്മാവിനകത്താണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സഹോദരന്മാരെ, നിങ്ങൾ ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ആത്മീയ വരത്തെക്കുറിച്ച് ബോധമുള്ള ഒരു വ്യക്തിയെ പിശാചിന് തൊടാനൊക്കത്തില്ല. കാരണം അവന്റെ ജീവിതം സ്പിരിച്വൽ ഡമ്മിക്ക് സമാനമല്ല. അവൻ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം ദൈവം അവന് നൽകും. ഈ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ പന്ത് തട്ടിയതുപോലെ, അല്ലെങ്കിൽ ഭയപ്പെടുത്തിയതുപോലെ, അല്ലെങ്കിൽ വട്ടം ചുറ്റിച്ച പോലെ യേശു കർത്താവിനെ വട്ടം ചുറ്റിച്ചത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആത്മീയ അധികാരമുള്ള വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. സെയിം വേ പത്രോസിനും യോഹന്നാനും എല്ലാം കർത്താവ് ആത്മീയ അധികാരം കൊടുത്തു. പക്ഷേ അവരെ വട്ടം ചുറ്റിച്ചതുപോലെ, അവരെ ഇട്ട് കറക്കിയതുപോലെ ഒരു ദിവസം യേശുവിനെ വട്ടം ചുറ്റിക്കാനോ കൺഫ്യൂസ് ചെയ്യാനോ കറക്കാനോ സാത്താന് കഴിഞ്ഞില്ല. കാരണം ആത്മീയ വരത്തെക്കുറിച്ച് കർത്താവ് വ്യക്തമായി കാഴ്ചപ്പാടും ബോധ്യവും ഉള്ള ഒരു വ്യക്തിയും അത് വളരെ സ്വീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്ത ഒരു വ്യക്തിത്വവുമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെത്. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച വരങ്ങൾ, ആത്മീയ വരങ്ങൾ, അത് ആക്ടിവേഷൻ ആകാൻ സമ്മതിക്കാതെ അതിനെ നിഷ്ഫലമാക്കിയിട്ടിരിക്കുന്ന അവസ്ഥകളെ നിങ്ങൾ ജയിക്കുക. അതിനെ ഓപ്പണായി വരാൻ അനുവദിക്കാത്ത തരത്തിൽ സമ്മർദ്ദം ചെലുത്തി, ഭയപ്പെടുത്തി, അതിൻ്റെ മേലൊരു കൺഫ്യൂഷൻ കൊണ്ടുവന്ന്, ഇത് ദൈവം എനിക്ക് തന്നതാണോ, എൻ്റെ ബുദ്ധി എനിക്ക് തന്നതാണോ എന്ന കൺഫ്യൂഷൻ കൊണ്ടുവന്ന് അത് ജനത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ അനുവദിക്കാതെ നിന്നെ ബ്ലോക്ക് ചെയ്യുന്ന, നിന്റെ സ്പിരിറ്റിൽ തന്നെ കയറി ബ്ലോക്ക് ചെയ്യുന്ന ആ ദുർശക്തികളെ നീ ബുദ്ധിയിൽ ഹാൻഡിൽ ചെയ്താൽ പറ്റത്തില്ല, നീ സ്പിരിറ്റിൽ അതിനെതിരെ പോരാടണം. എന്നെ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിലും സൂമിൽ കാണുന്നവരാണെങ്കിലും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ കർത്താവ് തന്നിരിക്കുന്ന ആത്മീയ ആയുധങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യമില്ലാത്ത തരത്തിലാക്കി നിങ്ങളെ ഒരു സാധാരണ വ്യക്തിയാക്കി സാത്താൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ ബുദ്ധിയിലല്ല നിങ്ങൾ അത് അൺലോക്ക് ചെയ്ത് ആ വെപ്പൺ എടുക്കേണ്ടത്, നിങ്ങൾ ആത്മാവിൽ നിങ്ങൾ അതിനെ അൺലോക്ക് ചെയ്ത വെപ്പൺ കയ്യിലെടുക്കണം. അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കിയ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം തന്നെ അതിന്റെ 12-ന്റെ 1 കഴിഞ്ഞിട്ട് അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തൻ അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു.
വേറൊരുത്തൻ അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവൻ അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവൻ ആത്മാക്കളുടെ വിവേചനം, വേറൊരുത്തിന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവൻ അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഇന്ന് ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്ന കർത്തൃദാസിമാരുണ്ടെങ്കിൽ, ഇന്ന് ദൈവം എന്നോട് എന്തെങ്കിലും സംസാരിക്കുന്നെങ്കിൽ എനിക്കത് തിരിച്ചറിയണം, എനിക്കത് മനസ്സിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, കർത്താവ് എന്നെ അങ്ങയുടെ കൃപകളാലും വരകളാലും നിറച്ച് സാത്താനെതിരെ യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിക്കാനുള്ള ആത്മീയ അധികാരം എനിക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടിരിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളോട് എല്ലാവരോടുമായി ഞാൻ ദൈവാത്മാവിൽ ഈ ദൂത് കൈമാറുകയാണ്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതതുവരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഈ ഒരാത്മാവിനെ കുറിച്ച് ബോധ്യമില്ലാത്ത വ്യക്തിക്കാണ് ആത്മീയ വരങ്ങളെ കുറിച്ച് ബോധ്യമില്ലാത്തത്. ആര് ഈ ആത്മാവിനെ തിരിച്ചറിയുന്നോ അവൻ ആത്മീയ വരങ്ങളെ കുറിച്ചും തിരിച്ചറിയാൻ ദൈവം പ്രാപ്തനാക്കും. ആരാത്മീയ വരത്തെ ദാഹിക്കുന്നോ ആ വ്യക്തിക്ക് ഈ ആത്മാവിനോടുള്ള ദാഹവും പരിശുദ്ധാത്മാവ് ജനിപ്പിച്ചു കൊടുക്കും. ഇതൊന്നും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. ആമേൻ. അവന്റെ ആത്മാവ് കൊണ്ട് മാത്രം സ്വായത്തമാക്കാൻ കഴിയുന്ന ഒന്നാണിത്. കൊരിന്തിൽ താമസിക്കുന്ന ജനം ഭാഷ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും വൈദേശിക ഭാഷകളിൽ പ്രാർത്ഥിക്കാൻ ദൈവം അവരെ അഭിഷേകം ചെയ്തു. വിദ്യാഭ്യാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ വൈദേശിക ഭാഷകൾ, സ്വർഗീയ ഭാഷകൾ, വ്യത്യസ്ത ഭാഷകൾ അപ്പോസ്തലന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് ദൈവത്തിന്റെ ആത്മാവ് നാവിൽ പതിച്ചു കൊടുത്തു. മറ്റു ഭാഷകൾ സംസാരിക്കുന്നവർ വന്നപ്പോൾ അവരവരുടെ ഭാഷകളിൽ അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന് ദൈവത്തെ അവരുടെ ഭാഷകളിൽ മഹത്വപ്പെടുത്തുന്നത് ഇവർ കേൾക്കുകയാണ്. എന്താണ് അർത്ഥം? ഈ ആത്മാവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ ഒരു വ്യക്തിക്ക് ഉണ്ടായാൽ ബുദ്ധിക്ക് അതീതമായ അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അത്ഭുതങ്ങൾ ഇന്നും സാധാരണമാണ്. ഇന്നും യേശു അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്കാണ് എന്ന് മാത്രം. സഹോദരന്മാരെ, നിങ്ങൾ ആത്മീയ വരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകണമെന്ന് പൗലോസ് നിർബന്ധം പിടിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം തന്നെ 14:1 പറയുന്നു, സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പിൻ. ഇന്ന് വാഞ്ചിക്കുന്ന ചിലരോടാണ് ഞാൻ ഈ ഓരോ വാക്യങ്ങളായി പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം നിന്നിൽ ഒരു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലൊരു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അത് അനേകർക്കൊരാശ്വാസമായി മാറാൻ, അനേകരെ കർത്താവിങ്കിലേക്ക് നേടാൻ ദൈവം നിന്നെ തൊടാൻ പോവുക. നീ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ലേ? എന്നാൽ ദൈവത്തിന്റെ വചനം പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 3:8 പറയുന്നു, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 ദിവസം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. സഹോദര, നീ സംവത്സരങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ, 1000 സംവത്സരം കൊണ്ട് നീ ഒരു വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ നിനക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ 1000 സംവത്സരത്തെ എൻ്റെ കർത്താവ് ഒരു ദിവസമായി ഇന്ന് പരിഗണിക്കാൻ പോവുക. ഇന്ന് നിന്റെ ലാസ്റ്റ് ഡേ ആണ്. നിന്റെ ഡെലിവറൻസ് സംഭവിക്കുന്ന ഒരു ദിവസമാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ദിവസമാണ്. നിന്നെ ദൈവം തുറന്നു വിടുന്ന ഒരു ദിവസമാണ്. നിന്റെ മേലൊരു നദി ഒഴുകുന്ന ഒരു ദിവസമാണ്. നിന്റെ മേലൊരു ഒഴുക്കാരംഭിക്കുന്ന ഒരു ദിവസമാണ്. നിന്റെ ഒഴുക്കിനെ പിശാചും മനുഷ്യനും കൂടെ ചേർന്ന് നിശ്ചലമാക്കിയെങ്കിൽ, നിന്റെ വ്യാപാര ശക്തിയെ കുറച്ചു കളഞ്ഞെങ്കിൽ, നിന്റെ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന ദൈവശബ്ദത്തെ പിശാച് ബ്ലോക്ക് ചെയ്തെങ്കിൽ, നിന്റെ ശരീരത്തെയും മനസ്സിനെയും ചിന്തകളെയും ഒരുപോലെ സാത്താൻ സ്വാധീനിച്ചെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നെ അൺലോക്ക് ചെയ്യുന്ന ഒരു ദിവസമാണെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. നിങ്ങൾക്ക് ബ്ലോക്കായി കിടക്കുന്ന വരങ്ങൾ, നിങ്ങൾക്ക് ബ്ലോക്കായി കിടക്കുന്ന നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ, നിങ്ങൾക്ക് ബ്ലോക്കായി കിടക്കുന്ന നിങ്ങളുടെ
ബ്ലെസ്സിങ്സ്, നിങ്ങൾ ബ്ലോക്കായി കിടക്കുന്ന ദൈവശക്തി, നിങ്ങൾക്ക് ബ്ലോക്കായി കിടക്കുന്ന വിഷൻസ് ഇപ്പോൾ ദൈവാത്മാവ് അത് അൺലോക്ക് ചെയ്യുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ദൈവശക്തി അയക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ദൈവശക്തി അയക്കട്ടെ. നീ പ്രവചിച്ചു കൊണ്ടിരുന്ന ഒരു അധരമായിരുന്നു നിന്റെതെങ്കിൽ, നീ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ഒരു കണ്ണായിരുന്നു നിന്റെതെങ്കിൽ, നീ ദൈവത്തെ രുചിച്ചറിഞ്ഞൊരു നാവായിരുന്നു നിന്റെതെങ്കിൽ, പിശാച് അതിന്മേലിട്ട കൈപ്പിന്റെ അനുഭവങ്ങൾ, സാത്താൻ അതിനകത്ത് കൊണ്ടിട്ട എല്ലാ അശുദ്ധികൾ, സാത്താൻ അതിനകത്ത് കൊണ്ടിട്ട എല്ലാ ബ്ലൈൻഡ്നസ്, ഇരുട്ടിന്റെ ശക്തികൾ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ക്യാൻസൽ ചെയ്യട്ടെ. ശിമാനി റെഗോഷ് റെഗോഷ് ലൈസാമ റബദോഷ്. എന്റെ ദൈവാത്മാവ് ഒരു പേര് കാണിക്കുന്നു. ലൈസാമ എന്നൊരു പേര് പരിശുദ്ധാത്മാവിന്റെ ടങ്സിൽ തരുന്നു. ലൈസാമ എന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവ് തൊടുന്ന ഒരു രാത്രിയാണിത്. നിങ്ങൾ രാത്രിയാണോ പകലാണോ എപ്പോഴാണ് ഈ മെസ്സേജ് കേൾക്കുന്നത്? നിങ്ങളെ ദൈവം തൊടുന്നു. ലൈസാമ, നിങ്ങൾ ദൈവത്തിന്റെ കൃപാവരങ്ങൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ കർത്താവ് യൂസ് ചെയ്യിച്ചതുമാണ്. പക്ഷെ ഈ നാളുകളിൽ നിങ്ങളെ വല്ലാതെ നിങ്ങളെ സ്പിരിച്വലി നിങ്ങളെ ത്രട്ടൺ ചെയ്ത്, നിങ്ങളെ നാലു വശവും ബൗണ്ടറി ഇട്ട് നിങ്ങൾക്ക് ഇടംവലം തിരിയാൻ പറ്റാത്ത പോലെ നിങ്ങൾക്ക് ആത്മീയ സമ്മർദ്ദം കൊണ്ടുവരുന്ന ആ അന്തരീക്ഷത്തിനകത്തുനിന്ന് ദൈവം നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ തരാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു സിനിമ കാണുന്ന ലാഘവത്തിൽ ഇരിക്കാതെ, ഒരു ന്യൂസ് കാണുന്ന ലാഘവത്തിൽ ഇരിക്കാതെ, നീ ഇരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ്, കേൾക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന ബോധ്യത്തോടെ ഇത് എന്തെങ്കിലും ഒന്ന് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചേ. ദൈവം നിന്റെ മേലത് പകരാൻ പോവുക. നിനക്ക് ആത്മീയ വരമില്ല എന്നുള്ളതാണ് സാത്താന്റെ ധൈര്യം. നീ ഒന്നും കണ്ടുപിടിക്കത്തില്ലെന്ന്, നിനക്കൊന്നും വെളിപ്പെട്ട് കിട്ടത്തില്ലെന്ന് ഉള്ളതാണ് സാത്താന്റെ ധൈര്യം. എന്നാൽ പൊട്ടിച്ചെറിയണം ആ പരിമിതിയെ, ജയിക്കണം ആ പരിമിതിയെ. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. തിരുവെഴുത്ത് പറയുന്നത് പോലെ യേശു തന്നെ പറയുന്നു, വചനം പറയുന്നതേ നടക്കൂ, വചനം പറയുന്നതേ നടക്കൂ, വചനം പറയുന്നതേ നടക്കാവൂ. യേശു പറയുന്നു തിരുവെഴുത്ത് പറയുന്നത് പോലെ. തിരുവെഴുത്തിൽ പറയുന്നു നീ ഒരു ആത്മീയ ശക്തനാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ശത്രു പറയുന്നു നിന്റെ ശക്തിയൊന്നും കൊണ്ട് ഇനി ജയമില്ല. തിരുവെഴുത്ത് പറയുന്നു പ്രാർത്ഥനയിൽ ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുന്ന ദൈവശക്തി വെളിപ്പെടും. താമ്രവാതിലുകൾ തുറക്കപ്പെടും, ചങ്ങലകൾ പൊട്ടും. പക്ഷേ ബുദ്ധിയും സാഹചര്യവും പറയുന്നു നീ പ്രാർത്ഥിച്ചേച്ചും ഒന്നും പൊട്ടാൻ പോകുന്നില്ല, തൊണ്ട മാത്രമേ പൊട്ടൂ. പക്ഷേ ഇന്നത് തിരിച്ചറിഞ്ഞാൽ ഇതിന്റെ പുറകിൽ വചനം പറയുന്ന ശബ്ദത്തെക്കാളും വചനം പറയുന്ന കാര്യത്തെക്കാളും മറ്റുപദേശങ്ങൾ നിങ്ങളുടെ കാതുകളിലും ചിന്തകളിലും സാത്താൻ തിരികെ കയറ്റുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ശത്രുവിന് ബലം കൊടുക്കുന്ന ഒന്നേ ഉള്ളൂ, നീ ആത്മീയമായ അശക്തനാണ് എന്ന ഒരു ബോധ്യം. എന്നാൽ ഇന്ന് നഷ്ടപ്പെട്ടുപോയ ദൈവശക്തിയോ, നഷ്ടപ്പെട്ടുപോയ പ്രാർത്ഥനാ ജീവിതമോ, നഷ്ടപ്പെട്ടുപോയ ദൈവകൃപയോ തിരിച്ചു പിടിക്കാൻ ദൈവം ശക്തി പകരുന്ന ആരെങ്കിലും ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ ദൈവകൃപ സ്വീകരിക്കുക. നീ ദൈവകൃപയിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിശാചിന് നിന്നെ തൊടാൻ ഒക്കത്തില്ല കുഞ്ഞെ. നീ ദൈവശക്തിയിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ സാത്താന് നിന്നെ തൊടാൻ ഒക്കത്തില്ല കുഞ്ഞെ. നീ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പിശാചിന് തൊടാൻ ഒക്കത്തില്ല കുഞ്ഞെ. അവനെ പിടിക്കാൻ ദൈവം നിന്നെ തന്നിരിക്കുന്ന അധികാരം, അവനെ പിടിക്കാൻ, അവനെ ജയിപ്പാൻ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം. ഓ റാഫ റബഷിമ ഹർത്തോനിയ റബർഥേ അൽമാ ധബൗ ഷാദൽ കമനി. ഇന്ന് രാത്രിയിൽ അത് പ്രാർത്ഥിച്ച് നീ ഓപ്പൺ ചെയ്യുക. പിശാച് ഇട്ടിരിക്കുന്ന എല്ലാ കോഡുകളും ഇപ്പോൾ ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുന്നു. സാത്താൻ ഇട്ടിരിക്കുന്ന ലിമിറ്റേഷൻസ് ബ്രേക്ക് ആകുന്നു. സാത്താൻ ഇട്ടിരിക്കുന്ന ലിമിറ്റേഷൻസ് ബ്രേക്ക് ആകുന്നു. നിന്നെ ദൈവത്തിന്റെ പ്രൊഫഷണലാക്കി പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്നു. നിന്നെ ദൈവത്തിന്റെ പ്രൊഫഷണലാക്കി ദൈവാത്മാവ് അഭിഷേകം ചെയ്യുന്നു. നിന്നെ ദൈവത്തിന്റെ കയ്യിലെ ഭംഗിയുള്ള രാജമുടിയാക്കി
ലാപ്തോസിയ, മനുഷ്യന്റെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടവളെ, മനുഷ്യന്റെ മുമ്പിൽ ആക്ഷേപിക്കപ്പെട്ടവളെ, മനുഷ്യന്റെ മുമ്പിൽ വില കുറഞ്ഞു പോയവളെ, മനുഷ്യന്റെ മുമ്പിൽ പരാജയപ്പെട്ടവനെ ദൈവത്തിന്റെ കയ്യിലെ രാജമുടിയായി ദൈവം ഇതിനകത്ത് ചിലരെ അഭിഷേകം ചെയ്യുന്നു. ലബാര ബഹുസീനി റഹന്തേരി ലബർഘോഷസ് അൽമഥീര ഹഞ്ചസി പ്രഘോഷ ഉഠാര അലംതേരി റബസ്കർമാദി ബൗഷസി ദഹനാദൂബ അംധേരൽ പ്രഭാതി കൽമാധീവൽ ശംദൽ കവനെ. യേശുവിന്റെ നാമത്തിൽ ദാഹിക്കുന്നവരുടെ മേലേക്ക് ദൈവശക്തി വ്യാപരിക്കുകയാണ്. ദാഹിക്കുന്നവരുടെ മേലേക്ക് ദൈവശക്തി വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തികളെ അടക്കി വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ കോട്ടകൾ, പൈശാചിക കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ ഇടിഞ്ഞു മാറുന്നു. സ്വീകരിക്കുക, ആ ദൈവശക്തി സ്വീകരിക്കുക. ഇടിച്ചുകളയ കോട്ടകൾ, നിനക്ക് ചുറ്റും പിശാചി കെട്ടിയ കോട്ടകൾ ഇടിച്ചുകളയ. നിങ്ങൾക്ക് ചുറ്റും സാത്താനിട്ട ബൗണ്ടറികൾ ഇടിച്ചുകളയ. നിങ്ങൾക്ക് ചുറ്റും മനുഷ്യനിട്ട എല്ലാ അതിർവരമ്പുകൾ ബ്രേക്ക് ചെയ്യുക. പ്രാർത്ഥിച്ചു ബ്രേക്ക് ചെയ്യുക. റിബാമ സദാബ ലംഥോ റഫ റബശസി. ഫ്രീഡം, 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 ഫ്രീഡം. ദൈവത്തിന്റെ സ്വാതന്ത്ര്യം, 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 സ്വാതന്ത്ര്യം ചിലരുടെ കൂടാരങ്ങൾക്കകത്തേക്ക് പ്രവേശിക്കുന്നു. എന്റെ കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്റെ കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ സ്വാതന്ത്ര്യത്തിനെതിരെ നിൽക്കുന്നത് ഇപ്പോൾ ക്യാൻസൽ ആകട്ടെ. ആത്മീയ അധികാരത്തിനെതിരെ നിൽക്കുന്നത് ഇപ്പോൾ ക്യാൻസൽ ആകട്ടെ. ആത്മീയ ശക്തിക്കെതിരെ നിൽക്കുന്നത് ക്യാൻസൽ ആകട്ടെ. ആത്മീയ ജ്വലനത്തിനെതിരെ നിൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. Launia, Zabosh, Ekosh, Enais, Nibaruf, Egarkus, Antharpregash, Lemandas, Agadabosha, Abderigal Kamani. യേശുവിന്റെ നാമത്തിൽ പുതിയ ആത്മീയ അധികാരം ഞാൻ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഓപ്പൺ ചെയ്തിടുന്നു. പുതിയ ആത്മീയ പ്രകാശം ഞാൻ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഓപ്പൺ ചെയ്തിടുന്നു. മനുഷ്യനും പിശാചും വെച്ച എല്ലാ അതിർവരമ്പുകളും ഞാൻ യേശുവിന്റെ നാമത്തിൽ കണ്ണിച്ചെറിയുന്നു. തീ ഇറങ്ങുന്നതിനകത്ത് തീ ഫയർ. Refire, Ramsas, altar, fire, power in the Selina, Rubikaitosi, in the Rilam Sematis, Sakoshaidala Maharta, Rivinia, Rufini, Barhos, Albakata Lavsis, the Anturinium, Zerania, Rofa, Shaidas, power, 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 fill, 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 fill. Fill, shararara, fill, fill, fill. എനിക്ക് കാണാൻ ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നു. Fill, Refentoro, Father God, Father God, Rumasargosh, fire. പുതിയ ഭാഷകൾ ചിലരുടെ നാവിലേക്ക് കർത്താവ് വയ്ക്കുന്നു. പുതിയ ഭാഷകൾ, പുതിയ ഭാഷകൾ, പുതിയ ഭാഷകൾ. Fill, Rubadha, Roma, Salanta, Lemano, Center, Barosithiri. Ridi Gosinta Ranchadara Mahantunis. Spirit of God, oh Shaiba. Fill with the power of Holy Ghost. Power of Holy Ghost. Holy Ghost. Fire. Lazaro Fara Bokoshaya. Antarana Sinti. പാപത്തിന്റെ ഭാഷകൾ അഴിയട്ടെ. പാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ശത്രുവിന്റെ നുകങ്ങൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ലോക്കപ്പ് സമാനമായതും യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. Spirit of glory, Shabababadigal, Lanthe, Elohim, Elohim, ആത്മാവ് ശക്തിയോടെ ഇതിനകത്ത് പ്രവഹിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു. വ്യത്യസ്ത രാജ്യങ്ങളിൽ അസാധാരണമായ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകുന്നു. എല്ലാം മുടക്കം വരുത്തുന്ന സ്പിരിറ്റ് നിന്റെ യേശുവിനെ നമ്മൾ ശാസിക്കുന്നു. സകല നീതിയുടെയും ശത്രുവേ, സകല നീതിയെയും മറിച്ചു കളയുന്ന ദുഷ്ടപിശാചേ, നിന്റെ യേശുവിന്റെ നാമത്തിൽ കൂട്ടായ്മയിൽ നിന്ന് എന്നേക്കുമായി ഞാൻ ശാസിക്കുന്നു. ആൽഖമാന ശംധേരിയ റബൽഖോരി അബ്ധേരിയ ദൈവപ്രവൃത്തി സബന്ദി വൈശസി ഗ്ലോറിയ മഹസി അബ്ധേരബൗഡബ ശംദൽകമനി. പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. ഇതിനെ ലാഘവത്തോടെ കാണുന്നവർ അങ്ങനെ തന്നെ കണ്ടോ. എന്നാൽ ഇന്ന് ഇത് എന്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ ആണെന്ന് തിരിച്ചറിയുന്നവർ യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ ഒരു മനുഷ്യന്റെ കരം വരാതെ, നിന്റെ മേൽ ഒരു മനുഷ്യൻ കരം വയ്ക്കാതെ നിന്റെ മേലൊരു ദൈവസ്പർശനം വരുമെന്ന് വിശ്വസിക്കുന്നവരിൽ ഈ ദൈവിക സ്പർശനം ഉണ്ടായി വരും.
Raiva, Raiva, Saro, Senego, Agagadasi, Anterabada Baushas, Devame, Neneg Mahoto, 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 Mahoto. Oh, Jesus' name. Oh, Lamasi Andero, Shaiba, 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 Naizinio. പ്രാർത്ഥിച്ചേ. എല്ലാ ദൈവമക്കളും ദൈവത്തിങ്കിൽ നിന്ന് പുതിയൊരു അനുഭവം സ്വീകരിക്കാൻ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർ പ്രാർത്ഥിക്കുക. നിന്റെ വായ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അങ്ങനെ ഒരു വചനം എന്റെ വായിൽ തരുന്നു. അങ്ങനെ ഒരു വചനം എന്റെ വായിൽ തരുന്നു. നിന്റെ വായ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം. നിന്റെ വായ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം. പരിശുദ്ധാത്മാവേ, 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 തൊടുക, 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 ഈ ജനത്തെ തൊടുക പിതാവേ, തൊടുക, ദാഹിക്കുന്നവരെ തൊടുക. പിതാവേ, ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. എബനേസറേ, എബനേസറേ, ഇന്നാൾ വരെ ഈ സുമൈന്ദവരെ, എബനേസറേ, എബനേസറേ, എന്നിനവായിരിപ്പവരെ, இதயத்தில் சுமந்திரை நன்றி நாதா, நன்றி கர்த்தாவே, நன்றி ஆண்டவரே. ஷபானா ஹசியா റുമനിയാൽ കമനി റുമനസി കമൻ ശബനഹദുനിലിഗി 21 ദിവസവും പിതാവേ, ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് അയച്ച ദൈവശക്തി, ഞങ്ങളെ കുടിപ്പിച്ച ആത്മീയ നദി, ഇന്ന് ഞങ്ങൾ വായിച്ചതുപോലെ ഒരു ഒഴുക്ക് ഞങ്ങളുടെ ഈ മീറ്റിംഗിനകത്ത് ഇന്നു മുതൽ വ്യത്യസ്തമായ ഒരു ഒഴുക്ക് യേശുവിന്റെ നാമത്തിലെ വചനത്താൽ ഞാൻ തുറക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാത്ത നിലയിൽ ഓരോ സന്ദേശങ്ങൾക്കകത്തും ആ ഒരു ഒഴുക്ക് ഞാൻ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. 21 ദിവസവും ദൈവസന്നിധിയിലായിരുന്ന ഈ ജനത്തിന്റെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളെ നൽകി പിതാവേ, ഇവരെ മാനിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, തുടർന്ന് ഓരോ ദിവസങ്ങളിലായും ഇനി നടക്കുന്ന മീറ്റിംഗിൽ അസാധാരണമായ ദൈവശക്തിയും ദൈവകൃപയും പരിശുദ്ധാത്മ നിറവും കൃപാവരങ്ങളുടെ പ്രയോജനവും ഉപയോഗവും അവിടുന്ന് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മഹിമപ്പെടുന്ന ഒരു മീറ്റിംഗായി, ഒരു കൂട്ടായ്മയായി, ഒരു ചാനലായി പിതാവേ, ഈ കൂട്ടായ്മ ഇന്നു മുതൽ മാറട്ടെ. ഇതിനകത്ത് മനം തകർന്നോ വ്യസനിച്ചോ വേദനിച്ചോ ആത്മീയ വരൾച്ചയ്ക്കകത്തോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്താൽ അവരുടെ ആ ഡ്രൈനസ് മാറിപ്പോകട്ടെ. ഞങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ ജ്വലനം ഇന്നുണ്ടായിട്ടുണ്ട്. സമയത്തിന്റെ കുറച്ച് പരിമിതി നമ്മുടെ മധ്യത്തിലുണ്ട് എന്നതൊഴിച്ചാൽ കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ആദ്യമായി ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്നു എങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 ഉണ്ട്. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളെ വളർത്തും, വർദ്ധിപ്പിക്കും. മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങുകളെ കുറിച്ചുള്ള അറിയിപ്പ് നിങ്ങൾ കൊടുക്കണമേ. ഞങ്ങളുടെ ഈ മീറ്റിംഗ്സ്, നിങ്ങളുടെ ലിങ്കുകളൊക്കെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളെ ഈ വാട്സപ്പിൽ നമ്പറിൽ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചാൽ അത് വളരെ സന്തോഷകരമായിരിക്കും. ഈ 21 ദിവസം നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒത്തിരി ദൈവമക്കളുണ്ട്, ഒരുപാട് ദൈവമക്കളുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ അനുഗ്രഹ ആശീർവാദങ്ങൾ ദൈവം നിശ്ചയമായിട്ട് നൽകും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്.
ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.